പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അനുരാധയുടെ റിലേറ്റീവ്സ് അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞതും ലേബർ റൂമിന്റെ ഡോറ് തുറന്ന് നഴ്സ് ചോദിച്ചു. ആ അതെ, എൻ്റെ മോൾക്ക്. അനുരാധ പ്രസവിച്ചു. ആൺകുട്ടിയാണ്. അമ്മക്കും കുഞ്ഞിനും ഒന്നും കുഴപ്പമില്ല. കുഞ്ഞിനെ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അത് പറഞ്ഞ് നേഴ്സ് പോയ ഉടനെ തന്നെ അറ്റൻഡർമാർ സ്ട്രക്ചറും തള്ളിക്കൊണ്ടു വന്നു. അയ്യോ, എൻ്റെ മോൻ എന്ത് പറ്റി? അതിൽ കിടത്തിയ ധ്യാനെ കണ്ട ധ്യാൻ്റെ അമ്മ ആദിയോടെ ചോദിച്ചു. പേടിക്കണ്ട, ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കാൻ പോയ ആള് പേടിച്ച് ബോധം പോയി വീണതാ. ഡ്രിപ്പിട്ട ശരിയാകും. അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയ വേറൊരു നഴ്സ് പറഞ്ഞ് ധ്യാനെയും കൊണ്ട് കാഷ്വാലിറ്റിയിൽ പോയതും ധ്യാനിന്റെ അച്ഛനും ഡെവിയും അവരുടെ കൂടെ പോയി. ഇത്തിരി കഴിഞ്ഞതും നഴ്സ് കുഞ്ഞിനെയും കൊണ്ട് പുറത്തു വന്നു. അനുരാധയുടെ ബേബിയാണ്. പ്രസവിച്ച സമയം 8:30. വെയിറ്റ് 3,200 ധ്യാനിന്റെ അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുത്തുകൊണ്ട് നഴ്സ് പറഞ്ഞു. എല്ലാവരും കുഞ്ഞിനെ മാറി മാറി എടുത്ത് ചുംബിച്ചു. പാട്ടി പറഞ്ഞത് ഇപ്പോഴും ഒരു കരടായി മനസ്സിലുള്ളത് കൊണ്ട് താനെടുത്താൽ ഇനി കുഞ്ഞിന് വല്ലത് സംഭവിച്ചാലെന്ന് കരുതി കുഞ്ഞിന് ഇത്തിരി അകലം വിട്ട് നോക്കി നിന്ന് കാണുകയല്ലാതെ മിത്ര കുഞ്ഞിനെടുക്കാനോ തൊടാനോ പോയില്ല. മോൾക്ക് കുഞ്ഞിനെടുക്കണ്ടേ? ധ്യാനിന്റെ അമ്മ മാറി നിൽക്കുന്ന മിത്രയോട് ചോദിച്ചു. വേണ്ട. മിത്ര താൻ കാരണം ആ കുഞ്ഞിനൊന്നും വരരുതെന്ന് കരുതി പറഞ്ഞു. അതെന്താ? എടുത്ത് നോക്ക്. രാധുവിന്റെ അമ്മ കൂടി പറഞ്ഞതും ധ്യാനിന്റെ അമ്മ കുഞ്ഞിനെ മിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആദ്യമായി ഒരു ചോരക്കുഞ്ഞിനെ എടുക്കുന്നതിൻ്റെ പേടി അവളിലുണ്ടായിരുന്നു. കുഞ്ഞിനെ സൂക്ഷിച്ചെടുത്ത് മിത്ര തന്റെ നെഞ്ചോട് ചേർത്തു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന ഇളം പിങ്ക് കളർ ടർക്കിയിൽ പൊതിഞ്ഞ ആ കഞ്ഞിക്കെട്ട് പോലുള്ള ചുവന്ന തൂർത്ത കുഞ്ഞിനെ കണ്ണിമ വെട്ടാതെ നോക്കിയവൾ. കണ്ണടച്ച് കിടന്ന് നല്ല ഉറക്കത്തിലാണ് കക്ഷി. വാത്സല്യത്തോടെ മിത്ര ആ കുഞ്ഞിനെ നെറ്റിയിൽ ചുംബിച്ചതും ആളൊന്ന് അനങ്ങിയതും മിത്രയൊന്ന് പേടിച്ചു. ധ്യാന്റെ അമ്മയെ നോക്കിയതും അവളുടെ മനസ്സിലെ പേടി മനസ്സിലായവർ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി നഴ്സിനെ തിരികെ ഏൽപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞതും രാധുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു. അപ്പോഴും ട്രിപ്പ് കഴിഞ്ഞ് ധ്യാനെത്തിയില്ലായിരുന്നു. ധ്യാനിന്റെ അമ്മ തന്റെ കയ്യിലുള്ള കുഞ്ഞിച്ചക്കനെ രാധുവിനോട് ചേർത്ത് കിടത്തിയതും രാധു നിറഞ്ഞ ചിരിയോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നു. അച്ഛാ, മാഷെവിടെ? ഇത്തിരി സമയം കഴിഞ്ഞതും ധ്യാനിന്റെ അച്ഛൻ വന്നതും രാധു ധ്യാനിന്റെ കാര്യം തിരക്കി. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. എന്നാലും നല്ല ആളെയാ ധൈര്യത്തിന് കൂട്ടിന് വിളിച്ചത്. രാധുവിനോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിച്ചക്കന്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ധ്യാനിന്റെ അച്ഛൻ പറഞ്ഞു. ബോധം വന്നില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഷിന്? അച്ഛൻ പറഞ്ഞത് കേട്ട് രാധു വെപ്രാളത്തിൽ ചോദിച്ചു. ഒന്നുമില്ല മോളെ, ഡോക്ടർ വന്ന് പരിശോധിച്ചതാ. ഡ്രിപ്പ് തീരുന്നതിനിടയ്ക്ക് ബോധം തെളിഞ്ഞോളൂ എന്നാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് കേട്ടതും രാധുവിന് തെല്ലൊരു ആശ്വാസം തോന്നി. നിങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വാ, രാധുവിന്റെ അമ്മ അവളുടെ അച്ഛനോടായി പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. ആരൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എല്ലാവരും പാടെ റൂമിൽ നിന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി രാധു പറഞ്ഞു. ആദ്യമെല്ലാം അവർ രാധുവിനെ ഒറ്റക്കാക്കി പോകാൻ മടിച്ചുവെങ്കിലും മിത്ര കൂട്ടിരിക്കാം, ഡെവി വന്നിട്ട് അവൾ പോയി കഴിച്ചോളെന്ന് പറഞ്ഞതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേന്ന് പറഞ്ഞ് അവർ പോയി. ഡീ, കൊച്ചി എന്നെ പോലെയാണോ? അവരൊക്കെ പോയതും രാധു തനിക്കരികിൽ കുഞ്ഞിനെ നോക്കി തന്നെ ഇരിക്കുന്ന മിത്രയോട് ചോദിച്ചു. എൻ്റെ രാധു, മുഖച്ചായ നോക്കി പറയാനൊന്നും ആയിട്ടില്ല. അതിനൊക്കെ കുഞ്ഞ് ഇത്തിരി കൂടി വളരണം. ആ കുഞ്ഞിക്കുടുക്കയുടെ ചുരുട്ടി പിടിച്ച കയ്യിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് മിത്ര പറഞ്ഞു. അല്ല രാധുവേ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ്? സത്യം പറയാലോ, ഉണ്ടാക്കുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ല ഈ പ്രസവം. എൻ്റെ പൊന്നോ. മിത്ര പറഞ്ഞത് കേട്ട് മുഖത്ത് എന്തൊക്കെയോ എക്സ്പ്രഷൻ വാരി വിതറിക്കൊണ്ട് രാധു പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് മിത്ര വാപുത്തി ചിരിച്ചു. അപ്പൊ തോന്നും എനിക്ക് കൊച്ചൊന്നും വേണ്ടാന്ന്. അപ്പൊ നീ ഒന്നിൽ നിർത്താൻ തീരുമാനിച്ചോ? നിനക്ക് 5 കുഞ്ഞുങ്ങൾ വേണമെന്നല്ലായിരുന്നു പറഞ്ഞിരുന്നത്? രാധു പറഞ്ഞത് കേട്ട് മിത്ര ആശ്ചര്യത്തിൽ ചോദിച്ചു. ഇതിലൊന്നും ഈ അനുരാധ തളരില്ല. ഞാനെന്തൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. രാധു പറഞ്ഞത് കേട്ട് മിത്ര ആശ്ചര്യത്തിൽ തലകുലുക്കി. വീണ്ടും ഇരുവരും ഓരോന്നും സംസാരിച്ചിരുന്നു. കുഞ്ഞു പിന്നെ സംസാരം തന്നെ ബാധിക്കുന്ന കാര്യമെന്ന രീതിയിൽ രാധുവിനോട് പറ്റിച്ചേർന്ന് സുഖമായി ഉറങ്ങി. എവിടെ രാധുവിന്റെ കൊച്ചി? ഡോറും തള്ളി തുറന്ന് വേഗത്തിൽ ധ്യാൻ ഉള്ളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവന്റെ പിന്നാലെയായി ഡെബിയും ഉള്ളിലേക്ക് വന്നു. ഇരുവരെയും കണ്ടതും മിത്ര എഴുന്നേറ്റു. ധ്യാൻ വേഗം ബെഡിൽ കിടക്കുന്ന രാധുവിന്റെ അരികിലേക്ക് വന്ന് രാധുവിന്റെ മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർത്ത് രാധുവിന്റെ ചൂടുപറ്റി കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെയൊക്കെയോ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് നിറഞ്ഞ സന്തോഷത്തോടെ ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു.
അച്ഛയുടെ തക്കുടുവേ, അച്ഛ വന്നടാ, മതി ഉറങ്ങിയത്. കണ്ണു തുറന്ന് അച്ഛയൊന്ന് നോക്കട തക്കുടി. ധ്യാനിന്റെ കട്ടായം കണ്ട് എല്ലാവരും ചിരിച്ചു. ദേ ഡെവി നോക്കടാ. ധ്യാൻ കുഞ്ഞിനെ ഡെവിക്ക് നേരെ തിരിച്ചതും ഡെവി ചിരിയോട് ആ കുഞ്ഞി കവിളിൽ തഴുകി നെറ്റിയിൽ ചുംബിച്ചതും ആളുറക്കത്തിലൊന്ന് കുറുകി. ദേവാ താൻ വാ. അവർക്ക് തനിച്ചെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ എന്ന് കരുതി ഡെവി മിത്രയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. രാധു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ എൻ്റെ മാഷേ ബോധം പോയി വീണ് നാണം കെടുത്തിയല്ലോ. ധ്യാനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് രാധു പറഞ്ഞു. ചിരിക്കടി, നീ ചിരിക്ക്. ഞാൻ അനുഭവിച്ചത് നിനക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ വന്ന് നിന്നെയും കുഞ്ഞിനെയും കാണുന്നത് വരെ നെഞ്ചിൽ തീയായിരുന്നു. അതും പറഞ്ഞ് ധ്യാൻ കുഞ്ഞിന്റെ കവളിൽ ചുംബിച്ചതും ധ്യാന്റെ മീശയും താടിയും കുഞ്ഞിന്റെ കവളിൽ കൊണ്ടതും കുഞ്ഞൊന്ന് ചിണുങ്ങിയതും ധ്യാൻ പതിയെ കുഞ്ഞിനെ രാധുവിനോട് ചേർത്ത് കിടത്തി. സാരല്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്, ഇനി ശരിയായിക്കോളും. കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് രാധു പറഞ്ഞു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നിനക്ക് മതിയായില്ലേ? ധ്യാൻ ഞെട്ടി രാധുവിനോട് ചോദിച്ചതും രാധു ഇല്ലെന്ന് തലയാട്ടി. അവൾ വേദന കാരണം കരഞ്ഞു വിളിച്ചത് കണ്ടപ്പോൾ പെണ്ണിന് ഈ വഴിക്ക് വരില്ലെന്നാണ് ധ്യാൻ വിചാരിച്ചത്. ദൈവമേ, ഇവളെന്റെ പുക കണ്ടേ അടങ്ങും. രാധു എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കണ്ടതും ധ്യാൻ നെഞ്ചിൽ കൈവച്ച് സ്വയം പറഞ്ഞു. നോർമൽ ഡെലിവറി ആയതുകൊണ്ട് 3-ാം ദിവസം തന്നെ രാധുവിനെയും കുഞ്ഞിനെയും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഒരു വീട്ടിലാണ് ഇരുവരെങ്കിലും വേദകുളിയുടെ എല്ലാം സമയമായതുകൊണ്ട് ഇരു അമ്മമാരും ധ്യാനിനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമെങ്കിലും രാധുവിനെ കാണാൻ സമ്മതിച്ചിരുന്നില്ല. കുഞ്ഞിച്ചക്കന് പിന്നെ വയറെപ്പോഴും നിറഞ്ഞു നിൽക്കണം, അല്ലാതെ വേറെ അലമ്പൊന്നും അതിനെ കൊണ്ടില്ല. ഇന്നാണ് 28. നാട്ടിൽ നിന്നും രാധുവിൻ്റെയും ധ്യാനിൻ്റെയും വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളും ഇപ്പോൾ അവർ നിൽക്കുന്ന ധ്യാനിൻ്റെ വീടിൻ്റെ അടുത്ത് മുൻപ് രാധു പെയിൻ ഗസ്റ്റായി നിന്നിടത്തുള്ള ആൻറ്റിയും മംഗളും പിന്നെ ഡെവിയും അപ്പച്ചനും ഡാനിയും മാത്രമേ ചടങ്ങിനുണ്ടായിരുന്നുള്ളൂ. ക്ലാസ് ഉള്ളത് കൊണ്ട് കുഞ്ഞൂട്ടനും പീരീഡ്സ് പ്രോബ്ലം ആയതുകൊണ്ടും ഇത്രയും ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ല. വൈറ്റ് കളർ സെറ്റും നേരിയതും കൊടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി രാധു ഹാളിൽ വിളക്ക് കത്തിച്ച് അതിനു മുമ്പേ പാവരിച്ച് അതിലിരിക്കുന്ന ധ്യാനിൻ്റെ അരികിൽ പോയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ രാധുവിനെ കണ്ട സന്തോഷത്തിൽ ധ്യാൻ അവളെ മതിമറന്ന് നോക്കിയിരുന്നതും ധ്യാനിന്റെ നോട്ടം കണ്ട് രാധു ആരും കാണാതെ ഇടുപ്പിൽ പിച്ചു വെച്ചു കൊടുത്തതും ബോധം വന്ന ധ്യാൻ അവളെ നോക്കി പല്ലളിച്ചു. രാധുവിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞു കസവും കൊണ്ട് ചുറ്റിക്കിടന്നുറങ്ങുന്ന കുഞ്ഞിച്ചക്കനെ വാങ്ങി വാഴയിലയിൽ വെച്ച് ചരടിയെടുത്ത് കുഞ്ഞിന്റെ അരയിൽ കെട്ടി കൂടെ ധ്യാനിന്റെ അച്ഛൻ നീട്ടിയ സ്വർണത്തിന്റെ അരഞ്ഞാണവും കുഞ്ഞിനിട്ട് കൊടുത്ത് സുഖമായി ഉറങ്ങുന്ന ആ കുഞ്ഞു കുടുക്കയുടെ കവളിൽ അമർത്തി ചുംബിച്ചു. കുഞ്ഞിന് പേര് വിളിക്കാനായതും വെറ്റിലെടുത്ത് കുഞ്ഞിന്റെ ചെവി പൊത്തിപ്പിടിച്ച് മറുചെവിയിൽ പതിയെ പേര് 3 വട്ടം ഉച്ചരിച്ചു. ഇനി ഉറക്കെ പറ, ഞങ്ങളും കൂടെ കേൾക്കട്ടെ. ധ്യാൻ പേര് വിളിച്ചു കഴിഞ്ഞതും സത്യ ധ്യാനോടായി പറഞ്ഞു. ധ്രുവ് കാശിനാഥ്. ധ്യാൻ പറഞ്ഞ പേര് കേട്ട് എല്ലാവരുടെയും മുഖം വിടർന്നു. അപ്പൊ വിളിക്കുന്നതോ? ദിയ ധ്യാനിന്റെ സംശയത്തിൽ നോക്കിക്കൊണ്ട് വിളിച്ചു. കണ്ണൻ. ധ്യാനിന്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് രാധു പറഞ്ഞ് ഡാനി ഒന്നും വിടാതെല്ലാം ഫോണിൽ പകർത്തി മിത്രക്ക് അയച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും അവർ കൊണ്ടുവന്ന ഗോൾഡ് കുഞ്ഞിനിട്ട് കൊടുക്കാൻ തുടങ്ങിയതും ഡെവി തൻ്റെ പോക്കറ്റിൽ നിന്നും ജ്വല്ലറി ബോക്സ് എടുത്ത് അപ്പനെ ഏൽപ്പിച്ചു. നീ ഇട്ട് കൊടുത്തോടാ ഡെവി. വേണ്ട, അപ്പനിട്ട് കൊടുത്താൽ മതി. ഡെവി അപ്പനോടായി പറഞ്ഞതും ഐസക് ആ ബോക്സ് തുറന്ന് അതിൽ നിന്നൊരു കുഞ്ഞു വളയെടുത്ത് ആ കുഞ്ഞു കൈകളിൽ ഇട്ട് കൊടുത്തു. സദ്യ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഡെവിയും അപ്പനുമൊക്കെ അവിടുന്ന് ഇറങ്ങുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. മിത്രയും കുഞ്ഞൂട്ടനും വരാത്തത് കൊണ്ട് ഇറങ്ങാൻ നേരം അവർക്കുള്ള ഫുഡ് അവിടുന്ന് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. കഥ കടക്കാൻ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. വീട്ടിലെത്തിയതും പകുതി ചാരി വെച്ച ഡോറ് തുറന്നുള്ളിലേക്ക് കയറുന്നതിനിടയിൽ ഡെവി ദേഷ്യത്തിൽ പറഞ്ഞു. നീ ഇങ്ങ് വന്ന് കയറിയപ്പോഴേക്കും തന്നെ ചൂടാകാൻ തുടങ്ങിയോടാ. പിന്നെ അവളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നോ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വാതിലടക്കാൻ? വിട്ടേക്കടാ, കൊച്ചു മറന്നതാകും. ഡെബിയോട് അത്രമാത്രം പറഞ്ഞ് ഭക്ഷണപ്പൊതിയും കൊണ്ട് ഐസക് ഉള്ളിലേക്ക് പോയതും ഡ്രസ്സ് മാറ്റാനായി ഡെവിയുടെ മുകളിലേക്ക് പോയി. ഡെവി റൂമിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ബെഡിൽ കമിഴ്ന്നിറക്കുന്ന മിത്രയാണ്. വേഷത്തിൽ തന്നെ പുറത്തു പോയി വന്നുള്ള കിടത്താണെന്ന് ഡെവിക്ക് മനസ്സിലായി. തീരെ വയ്യ ദേവ. കമിഴ്ന്ന് കിടക്കുന്നവൾക്ക് അരികിൽ വന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ കിടന്നതാ. ബെഡിൽ എണീറ്റിരുന്ന് മുഖം അമർത്തി തുടച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. പുറത്തു പോയിരുന്നു ദേവ താൻ? അത് പിന്നെ ഞാൻ തലവേദന, അപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് വരെ പോയി. ഡെവിക്ക് മുഖം കൊടുക്കാതെ തല ഒഴിഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞു.
എന്നാൽ എനിക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നു. ഞാൻ വരത്തില്ലായിരുന്നു. എന്നെ അതിനെ തനിച്ചു പോയത്. മിത്രയുടെ നെറ്റിയിൽ തൊട്ട് ചൂടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. വെറുതെ ചൈന ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി. മിത്ര പറഞ്ഞത് കേട്ട് ഡേവി അവളൊന്ന് കനപ്പിച്ച് നോക്കി. താൻ എന്നതിൽ കഴിച്ചോ ദേവാ? ഡേവി ചോദിച്ചതും മിത്ര ഇല്ലെന്ന് തലയാട്ടി. കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്നെ കഴിക്കാഞ്ഞത്? അത് പിന്നെ ഡോക്ടർ അടുത്ത് പോയി വന്നിട്ട് കഴിക്കാന്ന് കരുതി. വാ, നിങ്ങൾക്കുള്ളത് അവിടെ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഇനി അത് കഴിച്ചോ. അത് പറഞ്ഞ ഡേവി മിത്രയും കൂടി താഴേക്ക് പോയി അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. ദിവസങ്ങൾ പോകും തോറും മിത്രയിൽ വല്ലാത്ത മാറ്റം വരുന്നത് പോലെ തോന്നി ഡേവിഡിന്. ആരോടും മിണ്ടാതെ ഭക്ഷണം പോലും നേരാവണ്ണം കഴിക്കാതെ എല്ലാവരിൽ നിന്നും ഉൾവലിയാൻ തുടങ്ങി അവൾ. ആദ്യമൊക്കെ പീരീഡ്സിന്റെ മൂഡ് ചേഞ്ച് ആകുമെന്ന് ഡേവി കരുതിയെങ്കിലും പോകെ പോകെ അതെല്ലാം അവന് മനസ്സിലായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ അവൾ ഡേവിയോട് തട്ടിക്കേറി മുറിയടച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഡേവി അവളോട് കൂടുതൽ സംസാരിക്കാൻ പോകാറില്ല. അപ്പച്ചനോടും ഡാനിയോടും കുഞ്ഞോട്ടിനോടും ഇതൊന്നും പറയാതെ ഡേവി എല്ലാം മറച്ചു വെച്ചു.